AICC സമ്മേളനം ഇന്ന് അഹമ്മദാബാദിൽ ചേരുകയാണ്. സിബി ജോസഫ് അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, 9:30 ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 1700-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എങ്ങനെയാണ് വിവരങ്ങൾ? ആര്യ, എന്തായാലും അല്പസമയത്തിനകം തന്നെ AICC സമ്മേളനം ചേരും. ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ സബർമതി തീരത്താണ്. ഇവിടെ ഏകദേശം 1700-ഓളം പേർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഒരു പതാക ഉയർത്തുന്നതോടെയാണ് ഈ സമ്മേളനം തുടക്കമാകുക. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ ഒരു പതാക ഉയർത്തുക. അതിനുശേഷം ഈ ഒരു സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഇതിൽ 1700-ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ വരും കാലത്തെ ഒരു പ്രവർത്തന ശൈലിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം അടക്കമെല്ലാം നിലയും ഇന്നലെ പ്രവർത്തക സമിതി യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു. ഇതെല്ലാം തന്നെയും ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും 2 പ്രമേയങ്ങളടക്കമെല്ലാം നിലയും അവതരിപ്പിച്ചിരുന്നു. ഈ പ്രമേയങ്ങളടക്കമെല്ലാം നിലയും ഇന്നിപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും പിന്നീട് അത് പാസ്സാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു പ്രത്യേക പ്രമേയവും അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസം മുകുൾ വാസ്നിക്കിൻ്റെ റിപ്പോർട്ട് CWC അംഗീകരിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ DCC അധ്യക്ഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അധികാരം നൽകുമ്പോൾ അധ്യക്ഷന്മാരായി DCC അധ്യക്ഷന്മാർക്ക് വരുന്ന 3.5 വർഷത്തേക്ക് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയൊരു മാറ്റം കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഏറ്റവും അടിത്തട്ടിൽ DCC അധ്യക്ഷന്മാരടക്കം പ്രവർത്തിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. അത്തരത്തിലല്ല, മാത്രമല്ല ഒരു 2025 പൂർണ്ണമായും ഒരു പുനഃസംഘടനാ വർഷമാണെന്നും ഇന്നലെ KC വേണുഗോപാൽ അടക്കം പറയുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു പുനഃസംഘടനയിലേക്കും കോൺഗ്രസ് മാറുകയാണ്. കേരളം ഉൾപ്പെടെ ആ ഒരു പുനഃസംഘടനയിലേക്ക് മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. K. സുധാകരൻ അടക്കം മാറ്റുന്ന ഒരു രീതിയിലേക്ക് ഇനിയിപ്പോൾ പുനഃസംഘടന AICC നിർദ്ദേശപ്രകാരം മാറുമ്പോൾ സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. പ്രത്യേകിച്ച് K. സുധാകരൻ മാറ്റണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും മുൻപും ചില തീരുമാനങ്ങൾ എടുത്തപ്പോഴെല്ലാം കോൺഗ്രസ് വലിയ പൊട്ടിത്തെറി നമ്മൾ കണ്ടാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ തന്നെ ഈ KPCC ഈ ഒരു നിർവാഹക സമിതി യോഗത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെയും KPCC അടക്കം നടപ്പാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിൽ ഒരു DCC അധ്യക്ഷന്മാരിൽ ഉൾപ്പെടെ തുടങ്ങി മുകളിലേക്ക് KPCC അധ്യക്ഷ സ്ഥാനം വരെ ഒരു പുനഃസംഘടനയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലും ബീഹാറിലും ഗുജറാത്തിലുമാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു അഴിച്ചുപണിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ സബർമതി ആശ്രമ തീരത്തുള്ള ഈ ഒരു AICC സമ്മേളനം അത് അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഇവിടെ രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കുകയും ചെയ്യും. അല്പസമയത്തിന് തന്നെ ഇവിടെ പതാക ഉയർത്തിക്കൊണ്ട് ഈ ഒരു സമ്മേളനത്തെ തുറക്കാവുകയും ചെയ്യും. ഇപ്പോൾ ഈ AICC സമ്മേളനത്തിനു വേണ്ടിയുള്ള എല്ലാ നേതാക്കന്മാരും കേരളത്തിലടക്കമുള്ള വിവിധ നേതാക്കളെല്ലാം തന്നെയും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ഈ ഒരു സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ആര്യ, തീർച്ചയായും എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗം സബർമതി തീരത്ത് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിബി ജോസഫാണ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.